2026 കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇനി എന്താണ് എങ്ങനെ പെട്ടെന്ന് ബാർട്ടർ ആൻഡ് പെയ്ഡ് കൊളാബറേഷൻ കിട്ടാം എന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കും എല്ലാം ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും. മിക്ക ക്രിയേറ്റേഴ്സും ഇത് പുറത്ത് പറയാറില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ബാർട്ടർ ആൻഡ് പെയ്ഡ് കൊളാബറേഷൻസ് എങ്ങനെ കിട്ടുന്നു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരും ഷെയർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ട, ഒരു കാര്യം ആരും ഒരിടത്തും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് മുതൽ എൻഡ് വരെ കണ്ടു നോക്കുക. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ബാർട്ടർ ആൻഡ് പെയ്ഡ് കൊളാബറേഷൻസ് ഒക്കെ കിട്ടാൻ ഇഷ്ടമാണെങ്കിൽ ഈ UGC കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. UGC കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ബിഗിനർ എന്ന രീതിയിൽ എങ്ങനെ UGC കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് എങ്ങനെ നമ്മുടെ അക്കൗണ്ട് മാനേജ് ചെയ്യാം, എങ്ങനെ ബ്രാൻഡ്സ് നമ്മളടുത്തോട്ട് വരാനായിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പ്രിപ്പയർ ആവാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. മെയിനായിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് ഒരു ഫോളോവേഴ്സ് ക്രൈറ്റീരിയ ഇല്ലാതെ UGC കണ്ടന്റ് ക്രിയേഷൻ വഴി നമുക്ക് പെയ്ഡ് ആൻഡ് ബാർട്ടർ കൊളാബറേഷൻ കിട്ടുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന വീഡിയോ തന്നെ നമുക്ക് യൂട്യൂബിലും ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം യൂട്യൂബിലും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അതിന് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വേണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് പബ്ലിക് അക്കൗണ്ട് ആക്കിയാണ് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തത്. അതുമാത്രമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഓൾറെഡി യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് വഴിയും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 1000 ഫോളോവേഴ്സും ആവശ്യമുള്ള വ്യൂസും ഒക്കെ ഷോർട്സിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് അതിൽ നിന്നും ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതായിരിക്കും. UGC കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രാൻഡ്സിന് വേണ്ടി റീൽസ്, ഫോട്ടോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ആക്ച്വലി എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, എനിക്കൊരു ബ്രാൻഡ് അയച്ചതാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് റീൽസ് ചെയ്ത് ആ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർ കുറച്ച് പേരിൽ ആ ബ്രാൻഡ് എത്തിപ്പെടാനായിട്ട് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. UGC കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ബ്രാൻഡ്സ്, ബാർട്ടർ കൊളാബറേഷനൊക്കെ ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് മാത്രം അയച്ചു തരും. നമ്മൾ എന്നിട്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മുടെ പേജിലിടാനായിരിക്കും. അപ്പോൾ അവരുടെ പ്രോഡക്റ്റിന് കുറച്ച് റീച്ച് കിട്ടും. അത് അവർ പരസ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചില ബ്രാൻഡ്സ് നമ്മുടെ പേജിൽ ഇടേണ്ടതായിരിക്കും, അവർക്ക് അയച്ചു കൊടുത്താൽ മതിയായിരിക്കും. അത് അവരെന്ത് ചെയ്യും, അവരുടെ പേജിൽ ഇടാനായിട്ടും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ ഇടാനായിട്ടും ഒക്കെ യൂസ് ചെയ്യും. അതാണ് UGC കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ ഏരിയ ഏതാണെന്ന് ചൂസ് ചെയ്യണം. സ്കിൻ കെയർ, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈല്, ഒരുപാട് പരന്ന് കിടക്കുകയാണ് നമ്മളെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു മേഖല. അപ്പം നമുക്ക് ഏത് ഏരിയയിലാണ് പെർഫെക്റ്റ്, നമുക്ക് ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്, നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ ഈ ഏരിയ എന്ന് പറയുമ്പോൾ സ്കിൻ കെയർ വരും, ലൈഫ് സ്റ്റൈൽ വരും, പേഴ്സണൽ കെയർ വരും, ബ്യൂട്ടി വരും, പിന്നെ ഫാഷൻ വരും. ഫാഷൻ വരുമ്പോൾ മിന്ത്ര, മീഷോ എന്നൊക്കെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ ആഡ് പോലെ കാണിക്കും, ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യും, ആൾക്കാർ മേടിക്കും. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതാണ് ഫാഷനായിട്ട് വരുന്നത്. അത് മിന്ത്ര ഇങ്ങനെയൊക്കെ ഉള്ള ബ്രാൻഡുകളുമായിട്ട് യോജിച്ചിട്ടുള്ളതാണ്. അത് കൊളാബറേഷനായിട്ടല്ല ആക്ച്വലി വരിക. അത് നമ്മൾ വിഷ് ലിങ്ക് വഴി കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ലിങ്ക് വഴി അവർ പ്രോഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്കൊരു 10% അല്ലെങ്കിൽ ഒരു 9% നമുക്ക് ഒരു ഭാഗം പൈസ കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഏരിയ ഏതാണെന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, കൂടുതലും സ്കിൻ കെയർ അതിനൊക്കെയാണ് കൂടുതലും കൊളാബറേഷൻസ് വരാറ്. അല്ലാതെയും വരും. നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ അല്ലാതെ ഏതെങ്കിലും ആപ്പിൻ്റെ പ്രൊമോഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. അതൊക്കെ പെയ്ഡ് ആയിരിക്കും. ഒരു 1500 മുതൽ 3000 വരെ നിങ്ങൾക്ക് ബിഗിനർ എന്ന രീതിയിൽ ഇതിൽ നിന്നിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം ബയോ, ആക്ച്വലി UGC റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബയോ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുമ്പോൾ സ്കിൻ കെയർ,
ലൈഫ് സ്റ്റൈൽ, ബ്യൂട്ടി, ഇത് മൂന്നുമാണ് എൻ്റെ ഏരിയ. അപ്പം ഞാനതിൽ ആദ്യം ഞാൻ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് നേഴ്സ് എന്നാണ്. കാരണം ഞാൻ ക്വാളിഫൈഡ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നേഴ്സാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്കിൻ കെയർ, ബ്യൂട്ടി ആൻഡ് ലൈഫ് സ്റ്റൈൽ, ഇത് മൂന്നുമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന്. അതിൻ്റെ താഴെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ എവിടെയാണ് ഉള്ളത്, ഞാൻ കേരളത്തിലാണ് ഉള്ളത്. അപ്പം കേരള എന്ന് എൻ്റെ ലൊക്കേഷൻ പിൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് DM ഫോർ പെയ്ഡ് ആൻഡ് കൊളാബിനും PR-നും വേണ്ടി DM ചെയ്യാനും എൻ്റെ മെയിലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ വന്നിട്ട് എൻ്റെ വിഷ് ലിങ്കും യൂട്യൂബിൻ്റെ ലിങ്കും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് എൻ്റെ ബയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ ഒരു ബ്രാൻഡ് വന്ന് നമ്മളുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏത് ഏരിയയിലാണ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത് എന്നവർക്ക് മനസ്സിലാവണം. അതുപോലെ ഏരിയ ഫോക്കസ് ചെയ്തിട്ട് ഉള്ള ബയോ കൊടുക്കണം. ഇതുപോലെ പ്രൊഫഷണലായിട്ട് ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെന്ന് അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഓക്കെ, ഒരു ബ്യൂട്ടി ബ്രാൻഡ് ഒന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പോൾ സിക്സ് ബ്യൂട്ടി വന്ന് എൻ്റെ പ്രൊഫൈലൊന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ നോക്കുമ്പോൾ ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോ ഉണ്ട്, ബ്യൂട്ടി അത് റിലേറ്റഡ് കണ്ടൻറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ പ്രൊഫൈലിൽ ബയോ നോക്കുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഈ കുട്ടി ചെയ്യുന്ന വീഡിയോസ് കൂടുതലും ബ്യൂട്ടി, സ്കിൻ കെയർ, ലൈഫ് സ്റ്റൈലിനെ കുറിച്ചാണ് എന്ന് ഒരു ഐഡിയ അവർക്ക് കിട്ടിയിട്ട് എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ 2026 UGC കണ്ടൻറ് ക്രിയേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കഴിവതും ഫസ്റ്റ് നിങ്ങൾ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ബയോ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ്, ഇപ്പം പെൺപിള്ളേരാവുമ്പോഴായാലും ആൺപിള്ളേരും ഇപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം ഒരുപാട് മെയിൽ ക്രിയേറ്റേഴ്സ് ഇപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്, അപ്പോൾ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കാം, ഒരു ലിപ്സ്റ്റിക് ആയിരിക്കാം, ഒരു ലിപ് ബാം ആയിരിക്കാം, എന്തെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വീഡിയോ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 5-6 റീലൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ ഫോംസ് ഫില്ല് ചെയ്യാണ്ട് തന്നെ ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങളെ കൊളാബറേഷനായിട്ട് നിങ്ങളടുത്തോട്ട് വരുന്നതായിരിക്കും. അതെനിക്ക് 100% ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ ഓൺ പ്രോഡക്റ്റ്സ് വെച്ച് വീഡിയോ ചെയ്ത് വന്നിട്ടാണ് എനിക്ക് ഫസ്റ്റ് കൊളാബറേഷൻ കിട്ടുന്നത്. പിന്നെ നമുക്ക് മിക്കവർക്കും അറിയാം ഗൂഗിൾ ഫോംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ബ്രാൻഡ്സിൻ്റെ കൊളാബറേഷൻസ് കിട്ടാനായിട്ട്. അത് നമ്മൾ ചുമ്മാ ഫില്ല് ചെയ്തിട്ട് കാര്യമില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടൻറ് ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊളാബറേഷൻ കിട്ടുള്ളൂ. നമ്മൾ റിലേറ്റഡ് ആയിട്ട് സ്കിൻ കെയർ ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് കണ്ടൻറ് ഇട്ടിട്ട് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യുവാണെങ്കിൽ അവർ നമ്മളെ അക്കൗണ്ട് നോക്കിയിട്ട് നമുക്ക് കൊളാബറേഷൻ കിട്ടും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ, അത് റിലേറ്റഡ് വീഡിയോ ഇട്ടിട്ട് സ്കിൻ കെയറിൻ്റെ ഫോംസൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊളാബറേഷൻസ് കിട്ടില്ല. അത് റിലേറ്റഡ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എൻ്റെ അനുഭവത്തിൽ നിന്നിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത്. ഓൺ പ്രോഡക്റ്റ് വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുക, അതിനുശേഷം മാത്രം നിങ്ങൾ എഡിറ്റ് ചെയ്തും പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ മാറും. അതിന് കൊളാബറേഷൻസൊക്കെ വരുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് ആവും, ചെയ്യാനായിട്ട് കുറച്ച് കോൺഫിഡൻസും കിട്ടും. അതിനുവേണ്ടി ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഫസ്റ്റ് നമ്മളെ ഓൺ പ്രോഡക്റ്റ് വെച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത്. പിന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെറ്റിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു ബിഗിനർ കണ്ടൻറ് ക്രിയേറ്റർ ആകുമ്പോൾ നമുക്ക് വേറൊന്നും വേണ്ട, നമ്മൾക്ക് ഫോൺ നോക്കി സംസാരിക്കാൻ പറ്റണം, അല്ലെങ്കിൽ അതൊരു വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എത്രയും മതി. നിങ്ങൾക്ക് റിംഗ് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. എൻ്റെ കയ്യിൽ റിംഗ് ലൈറ്റ് ഉണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ലൈറ്റാണ്. നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് വീഡിയോസ് കിട്ടും. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് ഒരു ഫോണ്, പിന്നെ നിങ്ങൾക്ക് ട്രൈപോഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ട്രൈപോഡ് പോലത്തെ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും. അതിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ വെച്ചേക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു പ്രോഡക്റ്റും വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വളരെ അഫോർഡബിൾ ആണ്. എൻ്റെ ആ സെൽഫി സ്റ്റിക്ക് പോലത്തെ സ്റ്റാൻഡ് ഒരു 400-നകത്തേ ഉള്ളൂ. എൻ്റെ ഈ മൈക്ക് 200 സംതിങ് രൂപയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊരു ബിഗിനറായിട്ട് കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഇത്രയും ഒരു സെറ്റിങ്സ് നമുക്ക് മതി. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് വേണ്ട. അത് കഴിഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് എഡിറ്റിങ്.
ഒരു ബേസിക് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയയും ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഫോൺ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഞാനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് എനിക്ക് എൻ്റെ വീഡിയോ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ടോ കട്ടായി പോകുന്നുണ്ടോ എല്ലാം എനിക്ക് നോക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ഫോൺ തിരിച്ച് വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറേ നമ്മളിങ്ങനെ കണ്ടൻറ്റ് ചെയ്ത് വരുമ്പം ഒരു ഐഡിയ കിട്ടും നമുക്ക് എവിടെ എങ്ങനെ ക്യാമറ വെക്കണം, എവിടെ നോക്കി സംസാരിക്കണം എന്നുള്ളത്. ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും, പിന്നെ ആവുമ്പോൾ പഠിച്ചു വരും. പിന്നെ ഞാൻ എഡിറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. എഡിറ്റിങ്ങിന് ഞാൻ ഉപയോഗിക്കുന്നത് CapCut, InShot, പിന്നെ തംബ്നെയിൽ യൂട്യൂബിൽ ഉണ്ടാക്കണമെങ്കിൽ ക്യാൻവ, ഇത് മൂന്നുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവയിലൊക്കെ എന്ന് പറയുമ്പോൾ തംബ്നെയിലിന് ഒരുപാട് തംബ്നെയിലിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബിഗിനർ കണ്ടൻറ് ക്രിയേറ്റർ ആകുമ്പോൾ എപ്പോഴും നമുക്ക് ഫസ്റ്റ് വരുന്നത് ബാർട്ടർ കൊളാബറേഷൻ ആയിരിക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കാതിരിക്കരുത്. നമുക്ക് പെയ്ഡ് കൊളാബറേഷൻ തന്നെ ഫസ്റ്റ് വേണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. നമ്മളൊരു ബിഗിനറാണ്, അപ്പോൾ നമുക്ക് അത്രയും ഫോളോവേഴ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബാർട്ടർ കൊളാബറേഷൻ ചെയ്ത് വരിക. പോവെ നമുക്ക് പെയ്ഡ് കൊളാബറേഷൻസും കിട്ടുന്നതാണ്. കൊളാബറേഷൻ അല്ലെങ്കിൽ പെയ്ഡ് കൊളാബറേഷൻ ഫസ്റ്റ് വരുമ്പോൾ പേയ്മെൻറ്റ് ചോദിക്കുമ്പോൾ ഒരു 1500-നും 3000 വരെയാണ് ഒരു ബിഗിനർ എന്ന കണ്ടൻറ് ക്രിയേറ്റർ എന്ന രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വാങ്ങിക്കുക. ചില ബ്രാൻഡ്സ് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കണ്ടൻറ് ചെയ്യിപ്പിക്കാൻ നോക്കും. അത് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് 500 ആയിരുന്നു. അപ്പോഴേ എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഒരു 1000 ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അപ്ലോഡ് ചെയ്യുക. റീൽസ് ആണെങ്കിൽ വീക്കിലി ഒരു 2 or 3 റീൽസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. മിനിമം നിങ്ങളൊരു വീഡിയോ നിങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ ഒരു 10 വീഡിയോ എങ്കിലും മിനിമം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബ്രാൻഡ്സിലോട്ട് നിങ്ങളുടെ അക്കൗണ്ട് എത്താനും റീച്ച് കിട്ടാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഹാഷ്ടാഗ് നോക്കുമ്പോൾ നിങ്ങൾ UGC എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് കൂടെ ഇൻസ്റ്റഗ്രാമിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾ ബ്രാൻഡ്സ് നോട്ടീസ് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾ ചെയ്ത കണ്ടൻറ്റിൽ കുറച്ച് റീച്ച് കിട്ടിയ കണ്ടൻറ്റുകൾ പിൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. ആ കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഗ്രോത്ത് തരുന്നത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടുള്ളൂ. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇത്രയും കാര്യമാണ് ബിഗിനറായിട്ട് നിങ്ങൾ കണ്ടൻറ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ബാർട്ടർ ആൻഡ് പെയ്ഡ് കൊളാബറേഷൻ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് UGC കണ്ടൻറ് ക്രിയേഷനാണ്. കാരണം ഇത് എളുപ്പത്തിൽ നമുക്ക് ബാർട്ടർ ആൻഡ് പെയ്ഡ് കൊളാബറേഷൻ കിട്ടാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.